സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് വളർന്നു വന്നവരേ ഉള്ളൂ. അല്ല ഗവൺമെന്റ് കൊടുത്ത് നന്നാക്കി ആരുമില്ല. ഇതോടെ 4 ലക്ഷം രൂപ ഒരു വീട്ടിന് കൊടുക്കും. 10 ലക്ഷം രൂപ വെയിറ്റിംഗ് ഷെഡിന് കൊടുക്കും. അത് 2.5 ലക്ഷം രൂപയ്ക്കകത്ത് 1.5 ലക്ഷം രൂപയ്ക്കകത്ത് വെയിറ്റിംഗ് ഷെഡിന് ബാക്കി പണം അത്രയും അവിടെ നിൽക്കുന്ന MLA-മാരും അവിടുത്തെ ഈ ഇതുണ്ടാക്കണമെന്ന് കൊണ്ടുപോകും. അതാണ് കറക്റ്റ് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഈ പറഞ്ഞ 4 ലക്ഷം രൂപ വീട് ഇല്ലാത്തവന് വീട് വയ്ക്കാൻ 4 ലക്ഷം രൂപ കൊടുക്കും. ആളുകൾ ബസ് കാത്തിരിക്കുന്ന വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാകും. 4 തൂണും ഒരു മേൽക്കൂരയും വയ്ക്കുന്നതിന് 10 ലക്ഷം കൊടുക്കും. അതാകുമ്പോൾ അവർക്ക് കൈട്ട് വരാം. ഇതാകുമ്പോൾ മറ്റേ പാവപ്പെട്ടവർക്ക് 4 ലക്ഷം രൂപ. അത് ഈ 4 ലക്ഷത്തിനകത്തൊന്നും വരുന്നില്ലേ? അല്ല, 4 ലക്ഷം രൂപ കൊടുക്കും. 4 ലക്ഷം രൂപ കൊടുക്കണം. അടുത്ത് വീണ്ടും കിടക്കാറാവേ എന്നല്ല, ബാക്കി മുകളിലോട്ട് വയ്ക്കണമെങ്കിൽ വീണ്ടും കടം വയ്ക്കും. കടമാഞ്ചല് പറ്റും. കാട്ടാക്കടയ്ക്കടുത്ത് പൂവച്ചൽ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയപ്പോൾ മുളമൂടിൽ വന്നപ്പോൾ ഒരു സഹോദരൻ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹമായിട്ടൊന്ന് 2 വാക്ക് സംസാരിക്കും. ഞങ്ങൾ കർളീക്ക വിളയെന്ന് കാസർഗോഡ് വരെ ഇങ്ങനെ യാത്ര ചെയ്യുക. ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങനെ കാണുന്ന കാഴ്ചകൾ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ഒപ്പിയെടുക്കും. അപ്പോൾ ഇങ്ങനെ പോയപ്പോൾ ഒരാൾ ഇവിടെ ഇങ്ങനെ ചാരി ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് വിശേഷം? ഈ നാടിനെ കുറിച്ചോ നാട്ടുകാരെ കുറിച്ചോ സ്വന്തമായിട്ടോ ഒക്കെ ഉള്ള കാര്യങ്ങൾ. പേര് പ്രദീപ്. എന്താണ് ഇപ്പോൾ ചെയ്യുന്നത്? സൗണ്ടിന്റെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഇപ്പോൾ കച്ചവടം. സൗണ്ടിന്റെ എന്ന് പറയുമ്പോൾ മൈക്കിന്റെ ഇവിടെ തന്നെ വീട് അപ്പുറത്താണ്. ഇവിടെ വാടകയ്ക്കാണ്. വീട് സ്ഥലം വീട് വെച്ചുണ്ട്. പിന്നെ ലോട്ടറി കച്ചവടം ഉണ്ടായിരുന്നു. ലോട്ടറിയുടെ ഒരു തട്ട് കണ്ടു. ലോട്ടറി നഷ്ടമോ? എന്താ ഭയങ്കര നഷ്ടം. അത് പ്രൈസ് ഒന്നും ഇല്ല. അങ്ങനെ ആൾക്കാർ വലുതായിട്ട് ടിക്കറ്റ് ഒന്നും എടുക്കും. പക്ഷേ ചില സ്ഥലങ്ങളിലെ കണ്ടു കഴിഞ്ഞാൽ ലോട്ടറിക്ക് ഭയങ്കര തിരക്കാണെന്ന് പറയാൻ കാര്യമില്ല. അതൊക്കെ വെച്ച് നമ്മൾ ആൾക്കാർ ഉള്ളിടത്ത് കച്ചവടം ചിലപ്പോൾ കച്ചവടം നടക്കും. ചിലപ്പോൾ 9,000 10,000 രൂപയ്ക്ക് നഷ്ടം വരും. അങ്ങനെ വരും. പിന്നെ 4 ലക്ഷം രൂപ ഇപ്പോൾ 6 മാസം അതുകൊണ്ടില്ല കച്ചവടം ചെയ്തു. അതും നമ്മള് ടിക്കറ്റ് എടുക്കുന്നത് വിൽക്കാതിരിക്കുമ്പോഴാണല്ലോ ഈ നഷ്ടം വരുന്നത്. അപ്പൊ എടുത്തോണ്ടിരുന്ന ആളിന് പൈസ കിട്ടാതെ വരുമ്പോൾ അവർക്ക് ടിക്കറ്റ് എടുപ്പ് കുറയ്ക്കും. മറ്റേ 3,000-4,000 രൂപയ്ക്ക് വന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ആള് പിന്നെ പെട്ടെന്ന് ഒരു 2 ആഴ്ച പ്രൈസ് കിട്ടാതെ വരുമ്പോൾ അവരൊക്കെ പൈസ പോകുമ്പോൾ അവർ ടിക്കറ്റ് എടുപ്പ് കുറയ്ക്കും. 4,000 രൂപയ്ക്ക് എടുക്കുന്ന ആൾ 400 രൂപയ്ക്ക് എടുക്കും. അപ്പൊ ഈ പ്രൈസ് ഇടണം എങ്കിലേ ടിക്കറ്റ് എടുപ്പാണ്. പൊതുവെ ഇപ്പോൾ 2 വർഷം കൊണ്ട് പ്രൈസ് 2 ഒരു 5 വർഷത്തിനകത്ത് ഇങ്ങോട്ട് കംപ്ലീറ്റ് പ്രൈസ് കുറവാണ്. ആദ്യം ലൈറ്റ് ആൻഡ് സൗണ്ട് അന്ന് ഈ കാലിന് അന്നേ ഉണ്ട്. 30 വർഷമായി ലൈറ്റ് ആൻഡ് സൗണ്ട് തുടങ്ങി. വന്നുപോലെ സൗണ്ട് പരിപാടി അടിച്ചോണ്ടിരുന്നത്. അപ്പൊ ഈ കോവിഡ് വന്ന യാത്ര വണ്ടി പോകും. പിന്നെ നമുക്ക് ഇതുപോലെ 2.5 വർഷത്തിനകത്ത് കോവിഡ് വന്നതോടുകൂടി നമ്മളെ സാധനങ്ങൾക്ക് ഓട്ടങ്ങൾ കുറവ്. 2.5 വർഷം ഓട്ടമില്ല. 3-4 വണ്ടി ഫൈനാൻസിൽ നമ്മൾ ഓൾറെഡി ഉണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ഫൈനാൻസ് ഒന്നും അടയ്ക്കാൻ പറ്റുന്നപ്പോൾ ഈ കടങ്ങളൊക്കെ ഈ സാധനങ്ങളൊക്കെ കൊടുത്ത് കുറയ്ക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പിന്നീട് ഒന്ന് തുടങ്ങി. പിന്നീട് പല കച്ചവടങ്ങൾ തുടങ്ങി. എല്ലാം കാര്യങ്ങൾ നടക്കണ്ടേ? കാര്യങ്ങൾ അങ്ങ് അഡ്ജസ്റ്റ്മെന്റിലേക്ക് പോകും. ഈ സൗണ്ട്സിന്റെ സാധനങ്ങൾ വാങ്ങിച്ച് വിൽക്കാന്ന് പറഞ്ഞാൽ അപ്പൊ അത് മൂവ്മെന്റ് ഉണ്ടോ? മൂവ്മെന്റ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ഒരു മാസത്തിൽ 1-2 കച്ചവടം. അതെ, ഈ പവർ യൂണിറ്റൊക്കെ നമ്മൾ കച്ചവടം അങ്ങ് നടന്നാലേ വല്ലതും നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് റോഡ് സൈഡിൽ. ആളുകൾ കണ്ടും കേട്ടൊക്കെ ഇരിക്കുക. ഞാൻ ആദ്യം വിചാരിച്ചു ഇത് വർക്ക്ഷോപ്പ് ആയിരിക്കും കണ്ടപ്പോഴത്തേക്ക്. അപ്പൊ എന്താ അങ്ങനെ പ്രത്യേകിച്ച് പഠിത്തമൊന്നും ടെക്നിക്കലായിട്ട് പഠിച്ചില്ല. 92 പഠിച്ചിറങ്ങിയ ജോലിക്കൊക്കെ വെച്ച് നമുക്ക് അങ്ങനെ അപ്പോഴാണ് ഞാൻ ഈ തൊഴിൽ തുടങ്ങുന്നത്. IRDP ലോൺ കൊടുത്തിട്ട് തുടങ്ങി. ഈ സൗണ്ട് ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ പരിപാടി പണ്ടേ താല്പര്യം ഉണ്ടായിരുന്നു. 10 ലക്ഷം രൂപ സാധനം ഉണ്ടായിരുന്നു. ഇപ്പൊ ഏകദേശം കോവിഡ് വന്ന ശേഷം തന്നെ ഒരു പല ബിസിനസ്സുകാർ ഇപ്പോഴും വലിയ പ്രോഗ്രാമുകൾ അധികം അങ്ങനെ ഇല്ല. പ്രോഗ്രാമുകൾ ഇല്ലെങ്കിലും നമ്മൾ ഒരു എന്തെങ്കിലും കിടക്കുന്ന ഒരു സാധനങ്ങൾ ഒരു ദിവസം ഓട്ടം 500-600 രൂപ കിട്ടും. ചിലപ്പോൾ 1000 രൂപ കിട്ടും. അപ്പോൾ വാടകയ്ക്ക് പോകുമ്പോൾ നമുക്ക് നേട്ടമായിരുന്നു. ഒരു സാമ്പത്തിക തകർച്ച ഒന്ന് അങ്ങ് നിൽക്കുകയാണ്. പിന്നെ ഇന്റർവ്യൂ ചെന്നിപ്പം ഈ ഒരു മേഖല ഈ കോവിഡ് വന്നതിന് ശേഷം ജാതി മേഖലയ്ക്ക് മുട്ടും നഷ്ടത്തിന് മാത്രമേ പോകും. പിന്നെ അത് പോയിട്ട് നമ്മൾ ഇപ്പം വലിയ ആനുകൂല്യങ്ങളും സർക്കാരിൽ ഇല്ലല്ലോ. നമ്മളൊരു ലോൺ എടുക്കാൻ പോയാൽ തന്നെ ഇപ്പം തന്നെ 2-3 സ്റ്റെപ്പ് ഓരോ ബാങ്കുകളിൽ കയറി ഇറങ്ങി വീണ്ടും തുടങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പൊ ഈ മുദ്ര ലോൺ 20 ലക്ഷം വരെ ആയിട്ട് ഉയർത്തിയല്ലോ. നമ്മൾ കിട്ടുന്നില്ല. അല്ലെ, ഉയർത്തിയതേ ഉള്ളൂ. നമ്മൾ കിട്ടുന്നില്ല. അത് വേണ്ടപ്പെട്ട കൃഷിക്കാരൊക്കെ ചെന്ന് എഴുതി ബാങ്ക് മാനേജറായിട്ടൊക്കെ കളിച്ച് അവർ കൊണ്ടുപോകും. പലരും
രാഷ്ട്രീയത്തിലുള്ളവർ തന്നെ കൂടുതലും കൊണ്ടുപോകണം. രാഷ്ട്രീയക്കാരെ കളിയാണ്. ഇത് പണ്ട് പോലെയുള്ള കളികളാണല്ലോ. കാരണം ഇതെല്ലാം കൊണ്ടുവരുന്നത് രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയാണ്. അവരെ ഏതെങ്കിലും വേണ്ടപ്പെട്ടവർക്ക് സഹായിച്ച് 50,000 ബാങ്ക് മാനേജർ 19,000 കൊണ്ടുപോകും, ആ കൂടെ വിൽക്കണവൻ കൊണ്ടുപോകും, ബാക്കി അവൻ സാധനം എടുത്തിട്ട് അവൻ വിറ്റ് അവൻ്റെ പൈസ അങ്ങാണ്. തൊഴിൽ ചെയ്യണവന് കൊടുക്കൂല, ബാങ്ക് കൊടുക്കൂല, തരികിടക്കാർക്കേ കൊടുക്കും. ബാങ്ക് കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ചെയ്യണവർക്ക് കച്ചവട പാർട്ടിക്ക് അവർ കൊടുക്കൂല. അവർക്ക് ലാഭത്തിന് വേണ്ടി അവർ കൊണ്ടുവന്ന ഏജന്റുമായിട്ട് കളി നടത്തി അവർക്ക് പൈസ കൊടുക്കുന്നു. അവർക്ക് ഒരു 1% അവർക്ക് കിട്ടും, 2% മറ്റവൻ കൊണ്ടുപോകും, 8% ഇവർ. ഞാൻ ഇതിനെ കൊണ്ടുവന്ന് എവിടെയെങ്കിലും വിറ്റിട്ട് വന്ന് ഈ പലിശയ്ക്ക് പോകും, നമ്മൾ ബാങ്കിൽ ലോൺ അടയ്ക്കും. ഇത് ചെയ്യുന്നത് അടയ്ക്കുന്നവന് കൊടുക്കില്ല. അതാണ് മൊത്തം ഞാൻ ഒരു 4 ബാങ്കിൽ ഇപ്പം അത് കൊടുത്ത അപേക്ഷ കിടക്കുകയാണ്. ഇതുവരെയ്ക്കും ഒരു തീരുമാനമല്ല. 20 ലക്ഷം രൂപയ്ക്ക് തന്നെ ആദ്യം 20 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഇപ്പം അന്ന് നമ്മളെ കിടന്ന സാധനത്തിൻ്റെ പകുതി ഇങ്ങനെ കൊടുക്കണം. ഇന്ന് 20 ലക്ഷം രൂപ ഈ സാധനങ്ങൾക്കെല്ലാം സ്കോപ്പൊക്കെ ഉണ്ട്. നമ്മൾക്ക് കുറച്ച് എടുക്കണമെന്നൊക്കെ ഉള്ള ഒരു മോഹം കൊണ്ട് പിന്നെ ഈ ബാങ്കുകളിൽ കയറി ഇറങ്ങി നടന്നു. പിന്നെ ഇപ്പം തടഞ്ഞ് തള്ളിയിരിക്കുകയാണ്. കാരണം നടക്കാൻ പറ്റും, നാണക്കേട് പോലായി. ബാങ്കുകാർ തന്നാലും നമുക്ക് വാങ്ങിക്കാൻ പറ്റും. നരേന്ദ്രമോദി സർക്കാർ പറയണമെന്ന് പറഞ്ഞാൽ മുദ്ര ലോൺ എടുത്തിട്ട് നമുക്ക് അത് 15 വർഷം കൊണ്ട് അടച്ചാൽ മതി. നടന്ന് കാല് തേഞ്ഞെന്ന് പറയാനും പറ്റില്ല. പണ്ടേ ബാങ്കുകൾ സ്റ്റേറ്റ് ബാങ്കിൽ നമ്മളെ അക്കൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ IOBയിൽ അക്കൗണ്ട് ഉണ്ട്. അതുപോലെ അവർക്ക് നമ്മളെ അക്കൗണ്ടിലേക്ക് വരുന്ന പൈസകളും അവർക്കറിയാം. എന്നിട്ട് പോലും അവർ ആ വ്യക്തിക്ക് ലോൺ കൊടുക്കുന്നു. മനസ്സിലല്ലേ? അപ്പം ഇതിന് ഒരുപാട് കളിയാണ് ബാങ്കുകളിൽ. അവർക്ക് താല്പര്യങ്ങളനുസരിച്ചേ കൊടുക്കുള്ളൂ. ഇങ്ങനെയൊക്കെ തന്നെയാണ് നടക്കുന്നത്. ഇങ്ങനെയൊക്കെ നടക്കും. ജീവിതം എല്ലാം താറുമാറായി. ഇനി നമ്മൾ പൊയ്യത് പോയിട്ട് പിന്നെ കഷ്ടപ്പെട്ട് ഇനി എത്ര വർഷം ഉണ്ടാക്കിക്കൊണ്ട് തിരിച്ചത്. ഞാൻ 30 വർഷം കൊണ്ടാണ് ഈ 20-25 ലക്ഷം രൂപ സാധനം ഉണ്ടാക്കിയത്. കോഴിഞ്ഞും പറയും. പിന്നെ അത് നമ്മളന്ന് കയ്യിൽ നിന്ന് പെട്ടെന്ന് അങ്ങ് പോകുമ്പോൾ സഞ്ചരിക്കാൻ ട്രൈ സൈക്കിളോ ജീവിതത്തിലൊക്കെ ഇതൊക്കെ തന്നെ. മക്കളൊക്കെ കുടുംബമുണ്ട്. മോള് BCom പഠിച്ചു, മോളിപ്പോൾ അക്കൗണ്ടിങ് പഠിച്ചു. മോളുണ്ട്, ആർമിയിലെ അവരവരുടെ കാര്യങ്ങൾ നോക്കും. നമ്മളവരെ പഠിത്തത്തിന് വേണ്ടി കുറെ കച്ചവടം ചെയ്ത് അവരെ പഠിത്തത്തിന് വേണ്ടി പൈസകൾ മുടക്കൊണ്ടിരിക്കുന്നു. അതും നമ്മൾ ലോണുകളൊന്നും എടുക്കുക അപ്പോൾ ഈ എല്ലാം നമ്മൾ സമയത്ത് നടക്കില്ല. ഇത് മറിച്ച് ധരിക്കുകയൊക്കെ ചെയ്ത് പോകണം. അതൊക്കെ തന്നെ ഒരു ജീവിതം എന്ന് പറയുമ്പോൾ ഒരു കളിയാണ്. ഇങ്ങനെ കളിച്ച് പോകണം. ഇത് ആൾക്കാർ ഈ സാധാരണക്കാരൻ കടക്കാരായിക്കൊണ്ടിരിക്കുകയാണ്. കൂലിയാലക്കാരനും സാധാരണ ലെവലിലുള്ളവരും എന്നും ഇപ്പോൾ കുറച്ച് നേരത്തെ പറഞ്ഞതുപോലെ ലോട്ടറി കച്ചവടം, മദ്യം, ഇതിൽ കൂടെ സർക്കാർ ജോലി ചെയ്യണ പാവപ്പെട്ടവൻ്റെ പണം സർക്കാർ തിരിച്ചു കൊണ്ടുപോകണം. അപ്പം പണമുള്ളവർ ഇത് സാധനം മാറ്റി അടിക്കാൻ പോകില്ല. അവർക്ക് ഫ്രീ ആയിട്ട് വലിയ കമ്പനിക്കാർ അവർക്ക് കൊടുക്കുന്നത്, അവർ വലിയ മുന്തിയ സാധനങ്ങൾ മാറ്റി കഴിച്ചാൽ അവർക്ക് ഒരു മാസം 1 കോടി രൂപ വരുമാനം അല്ലെങ്കിൽ 1 ലക്ഷം രൂപ വരുമാനമുള്ളവർക്ക് മദ്യം അടിച്ച് അവർക്ക് ഒന്നും ഇടിക്കാൻ പോകും. 1000 രൂപ കിട്ടുന്ന ആളിന് 1000 രൂപ കിട്ടുന്നവന് 600 രൂപയ്ക്ക് വെള്ളം കുടിക്കും. 600 രൂപയ്ക്ക് പിന്നെ 1000 രൂപയ്ക്ക് കുടിക്കുന്നവരുണ്ട്. അതിൽ പിന്നെ കടം മാറ്റി കുടിക്കുന്നവരുണ്ട്. ഇതിപ്പോൾ 500 രൂപയ്ക്ക് ഒരു 1/2 ലിറ്റർ സാധനവും മാറ്റിയിട്ട് പിന്നെ 500 രൂപയ്ക്ക് ലോട്ടറി എടുക്കും. അപ്പോൾ വീട്ടിൽ പോകുമ്പോൾ ഒന്നുമില്ല. ഇപ്പോൾ വീട്ടിലുള്ളവർ പറ്റുന്നു. ഇതെല്ലാം സർക്കാരാണല്ലോ ഉണ്ടാക്കിയത്, മനുഷ്യനുണ്ടാക്കിയതല്ലോ. സർക്കാർ ഉണ്ടാക്കണം. മാറി പറഞ്ഞ സർക്കാരല്ലേ പാവപ്പെട്ടവൻ്റെ പണം കൊണ്ടുപോകും. പിന്നെ എല്ലാം ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് പറയുകയും ചെയ്യും. ഈ ഇവിടെ ഇവര് നന്മ ചെയ്തിട്ടുള്ള ഏത് ജനങ്ങളുണ്ട് ഈ ഇന്ത്യയിൽ? സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് വളർന്നവരെ ഉള്ളൂ. അല്ല ഗവൺമെന്റ് കൊടുത്തത് നന്നാക്കി ആരുമില്ല. ഇതോടെ 4 ലക്ഷം രൂപ ഒരു വീട്ടിന് കൊടുക്കും. 10 ലക്ഷം രൂപ വെയിറ്റിംഗ് ഷെഡിന് കൊടുക്കും. അത് 2.5 ലക്ഷം രൂപയ്ക്കകത്ത് 1.5 ലക്ഷം രൂപയ്ക്കകത്ത് വെയിറ്റിംഗ് ഷെഡിന് ബാക്കി പണം അത്രയും അവിടെ നിൽക്കുന്ന MLA-മാരും അവിടുത്തെ ഈ ഇതുണ്ടാക്കണമെന്നുണ്ട്. അതാണ് കറക്റ്റ് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഈ പറഞ്ഞ 4 ലക്ഷം രൂപ വീട് ഇല്ലാത്തവന് വീട് വയ്ക്കാൻ 4 ലക്ഷം രൂപ കൊടുക്കും. ആളുകൾ ബസ് കാത്തിരിക്കുന്ന വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാകും. 4 തൂണും ഒരു മേൽക്കൂരയും വയ്ക്കുന്നതിന് 10 ലക്ഷം കൊടുക്കും. അതാകുമ്പോൾ അവർക്ക് കയറ്റ് വരാം. ഇതാകുമ്പോൾ മറ്റേ പാവപ്പെട്ടവർക്ക് 4 ലക്ഷം രൂപ. അത് ഈ 4 ലക്ഷത്തിനകത്തൊന്നും വരുന്നില്ലേ? അല്ല, 4 ലക്ഷം രൂപ അതിനകത്തൊന്നും വരും. 4 ലക്ഷം രൂപ കൊടുക്കണം. അടുത്ത് വീണ്ടും കിടക്കാറാവുന്നു. എന്നാ ബാക്കി മുകളിലോട്ട് വയ്ക്കണമെങ്കിൽ വീണ്ടും കടം അല്ലെങ്കിൽ ഈ പ്രമാണം കൊണ്ടുവന്ന് അടുത്ത് വേറെ ആരെങ്കിലും ബാങ്കിൽ കൊണ്ട് 3-4 ലക്ഷം രൂപ എടുക്കും. 4 ലക്ഷത്തിന് വീട് തീർന്നു. 6 കുടുംബം ഒരു കുടുംബത്തിൽ 6 പേരുള്ള അംഗത്തിനും 4 ലക്ഷം രൂപയാണ് വീടിന് കൊടുക്കുന്നത്. അതായത് 450 അല്ലെങ്കിൽ 500-600 സ്ക്വയർ ഫീറ്റ് വീട് വയ്ക്കുന്നത്. ഈ 600 സ്ക്വയർ ഫീറ്റ് വാങ്ങിച്ച് വീടും വെച്ചിട്ട് 6 പേര് എവിടെ കിടക്കും?
ഭയങ്കര ഗവൺമെന്റ് തീരുമാനങ്ങളൊക്കെ സൂപ്പറാണ്. ഡേറ്റ് ഷട്ടാകുമ്പോൾ കിടക്കണ്ടല്ലേ, അത് കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ രാത്രി ആരെങ്കിലും വെള്ളം അടിച്ചൊന്നും കിടക്കാതെ. ഇവിടെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നതിന് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ചില ദോഷങ്ങളൊക്കെ ഉണ്ട്. ദോഷങ്ങളുണ്ടായത് നമ്മള് പിന്നെ 50 വയസ്സാവാൻ പോണ്. 50 വയസ്സ് അപ്പൊ അതെന്ന് പറയാൻ നമ്മൾ കണ്ടുകൊണ്ട് പറഞ്ഞല്ലേ, പഴയ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന കാലം അല്ലല്ലോ ഇന്ന്. അന്ന് 10 വരെ മതിയല്ല. ഇന്ന് ഒരുപാട് ഡിഗ്രി പഠിക്കുന്നത് അന്ന് നമ്മൾ 10 വരെ പഠിച്ചതും മതി. അതെ, കറക്റ്റാ. അപ്പൊ ഞങ്ങളിങ്ങനെ ഈ യാത്രക്കിടയിൽ ഇതുപോലെ കാണുന്നവരുമായിട്ട് സംസാരിക്കാമെന്ന് രണ്ട് കൊച്ചു വർത്താനം പറയുക, അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുക. ഇതൊക്കെയാണ് നമ്മുടെ ഉദ്ദേശം. ഉള്ളിലുള്ള കാര്യം പറഞ്ഞാലൊന്നും ഇവിടെ ഗവൺമെന്റ് ഒന്നും കേൾക്കും. ഇവർ 5 വർഷം കഴിഞ്ഞ് അവർക്കുള്ളതെല്ലാം അവരുണ്ടായിക്കൊണ്ട് അവരെ പോകും, അവരുടെ തലമുറയ്ക്കും അവരെ ബന്ധുക്കൾ പോകും. ഈ സാധാരണക്കാരെ എത്ര മാറി വന്നാലും അവർ സാധാരണക്കാരൻ തന്നെ. അപ്പം കഷ്ടപ്പെട്ടാലേ ജീവിക്കാൻ പറ്റും. പക്ഷെ കഷ്ടപ്പെടുന്ന പൈസ തിരിച്ച് ഗവൺമെന്റ് തന്നെ കൊടുക്കും സാധാരണക്കാരൻ. അതിനല്ലേ ലോട്ടറി ഇറക്കി, അതിനാണല്ലേ മദ്യം ഇറക്കി. ലോട്ടറി മദ്യമൊക്കെ അതിന് വേണ്ടിയുള്ള അതിനാണ്. കാരണം ഇത് രണ്ടിനും സാധാരണക്കാരാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സാധാരണക്കാരുടെ പണം വന്നാൽ തിരിച്ച് ഗവൺമെന്റിലേക്ക് പോകണം. അല്ല പണക്കാരൻ്റെ പണം പോകില്ല, ഓഡിറ്ററിന്റെ പണം പോകും. അപ്പം അവർക്ക് കാര്യങ്ങൾ വളരെ ഗൗരവത്തോടു കൂടിയാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അതാണ് ഇത് നമ്മള് അവിടുന്ന് പഠിച്ചോണ്ട് പറഞ്ഞില്ല, ഇതെല്ലാം നമ്മൾ കണ്ടും കേട്ടും പഠിക്കണം, മനസ്സിലാക്കണം. ഇത് ഏതൊരു ചെറിയ മനുഷ്യനും ഇന്നത്തെ അറിവുള്ളവർക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ വോട്ട് ചെയ്യുമ്പോൾ മാത്രമേ ഒന്നും മനസ്സിലാകത്തില്ല. വോട്ട് അതാണല്ലോ രാഷ്ട്രീയക്കാരൻ തന്നെ പറഞ്ഞ പൊതുജനം എന്ന് പറഞ്ഞാൽ കഴുതയാണ്. ഈ കഴുതയുടെ അർത്ഥം എന്തിനാണ്? അവൻ കഴുത തന്നെ. അതായത് നാളെ ഞാൻ എന്ത് കാണിച്ചാലും അടുത്ത ആഴ്ച വരുമ്പോൾ അവൻ നമുക്ക് എന്ത് തരും? നമുക്ക് അതായത് ഇറച്ചി നമ്മളിപ്പോൾ കഴിച്ചിട്ട് എല്ലും കഷ്ണം അവൻ ഇട്ട് കൊടുത്താൽ മനസ്സിലായി, അതിന്റെ സൈഡിൽ ഇരിക്കുന്നത് തന്നെ. അപ്പൊ എല്ലും കഷ്ണമെങ്കിൽ തന്നല്ലോ എന്നുള്ള ചിന്ത. മറ്റേ ഇറച്ചി അവൻ തിന്നോണ്ട് പോയി എന്നുള്ളതും മറ്റവർക്ക് അറിഞ്ഞു ഓർക്കുന്നില്ല. ഇത് ഇപ്പം ഇതേ രീതിയിൽ തന്നെ പോകും. അല്ല ഇതിനെന്തൊരു മാറ്റം, ഇങ്ങനെ പോവുള്ളൂ, അങ്ങനെ പോകും. ഇതൊക്കെയാണ് ഈ ലോകത്തിൽ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ അതിന്റെ രീതിയിൽ വരണം. രാഷ്ട്രീയം തന്നെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയക്കാർ വിചാരിച്ച നാട് നന്നാവില്ല. ഇത് തീർച്ചയായിട്ടും ഒരു നന്നാക്കാൻ പറ്റും. രാഷ്ട്രീയക്കാർ വിചാരിച്ച നാട് നന്നാവും. മരുന്ന പാർട്ടിക്കാരൻ അന്ന് നമ്മുടെ നാട് ഭരിച്ചുകൊണ്ടിരുന്ന ഈ കെന്നേന ഈ സ്വച്ഛതാണ്. കർണാടക അടക്കം നമ്മൾ പല പാർട്ടിയിലുള്ള ആരായും ഇവരൊക്കെ നിന്ന് ഈ സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുക. അവരെ പേര് ഇന്നും കിടക്കുക. അവർ സാധാരണക്കാർക്ക് വേണ്ടി. ഈ രാഷ്ട്രീയം പറയാൻ നിന്ന് കഴിഞ്ഞാൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിർത്താൻ പറ്റത്തില്ല. അതാണ് അതിന്റെ ഒരു കാര്യം. സാധാരണക്കാർക്ക് വേണ്ടി നിന്നവർ. അതെ, കറക്റ്റ്. ഒരു പാവപ്പെട്ട വിളിച്ചൊരു കാര്യം പറഞ്ഞാൽ അത് നടത്തും. അന്ന് അവരിൽ വിശ്വാസമുണ്ട്. ഏത് പാർട്ടി, നമ്മൾ പാർട്ടി പറയാനല്ല, ആ പാർട്ടിയിൽ അന്ന് നല്ല രീതിയിൽ പ്രവർത്തിച്ചവരെയാണ് പറയുന്നത്. അതെ അതെ. പാർട്ടി എന്ന് പറയാൻ പാർട്ടിയല്ല, പാർട്ടിയിൽ അതാത് കാലങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണ് നല്ലത് ചീത്തയും കൊണ്ടുവരുന്നത്. അത്രേ ഉള്ളൂ. ഇപ്പൊ ആര് നിൽക്കുന്ന ഏത് പാർട്ടിയിലായാലും ഇപ്പൊ ആര് നിലവിൽ നിൽക്കുന്ന അവരുടെ സ്വഭാവം അങ്ങനെ ഉണ്ട്. അത് തന്നെ ജനങ്ങൾക്ക് ഗുണമുണ്ടാവും. നല്ല ആളുകൾ വരട്ടെ, നല്ല ആളുകൾ വന്നാൽ എന്തെങ്കിലും ഗുണമുണ്ടാവും. ആളുകൾ വന്ന് സാധാരണക്കാരെ നോക്കിയാലേ കാര്യം. ഇതല്ലെങ്കിൽ ഇറച്ചി അടിച്ചിട്ട് എല്ലാം കെട്ടിട്ട് കൊടുക്കുന്നു എന്ന് പറയുന്നത് പോലുള്ള അവസ്ഥയാണ് നടക്കുന്നത്. ഞങ്ങളുടെ നാട്ടെ ഞങ്ങൾക്ക് ഇങ്ങനെ കാണുക, കേൾക്കുക, സംസാരിക്കുക, ആളുകളായിട്ട് സംസാരിച്ച് ഇടവഴിയൊക്കെ ഇങ്ങനെ പോവുക. സന്തോഷം. കാര്യങ്ങളെല്ലാം നന്നായിട്ട് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് അത്രേ ചെയ്യാൻ പറ്റും. അമ്മ പോട്ടാ, വിഷമമൊന്നുമില്ല. ഞങ്ങൾ ഇച്ചിരി നേരം പിടിക്കുന്നതല്ലേ. അയ്യോ, നാട് നന്നാക്കാനല്ല, നാട് നന്നാവത്തില്ലെന്ന് തീരുമാനിച്ചിറക്കിയത്. നമ്മളെങ്കിലും നന്നാവട്ടെ എന്ന് വിചാരിച്ചിറങ്ങിയതാ. നല്ല ആളുകളുമായിട്ട് എന്തെങ്കിലും സംസാരിച്ചും പറഞ്ഞും കേട്ടു. ചേട്ടാ.